വിവിധ കേസുകളിലെ നിയമോപദേശങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാകുന്നുവെന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏറെ ശ്രദ്ധേയമാകുന്ന ഉത്തരവാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ നിന്നുണ്ടായിരിക്കുന്നത്. സമ്പത്ത് കസ്റ്റഡി മരണക്കേസിൽ സുപ്രീംകോടതിയെ സമീപിക്കാമെന്ന എജിയുടെ നിയമോപദേശത്തിന്റെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട് നൽകിയ അപേക്ഷ സ്വീകരിച്ചുകൊണ്ടാണ് RTI ഉത്തരവുണ്ടായത്. തലശ്ശേരി സ്വദേശി ഷറഫുദ്ദീൻ നൽകിയ അപേക്ഷയിലാണ് ഉത്തരവ്. അഭിഭാഷകനും കക്ഷിയും തമ്മിലുള്ള പരസ്പര വിശ്വാസത്തിലധിഷ്ഠിതമായ ബന്ധമാണ് ഇക്കാര്യത്തിലുള്ളതെന്നും അതിനാൽ RTI നിയമപ്രകാരം രേഖ നൽകാനാവില്ലെന്നും കാണിച്ച് അപേക്ഷ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നേരത്തെ തള്ളിക്കളഞ്ഞിരുന്നു. ഈ നടപടിയാണ് വിവരാവകാശ കമ്മീഷൻ മുമ്പാകെ ചോദ്യം ചെയ്യപ്പെട്ടത്. എജിയുടെ പദവി ഭരണഘടനാപരമായ പൊതു അധികാര സ്ഥാപനമാണ്. അതിനാൽ നിയമോപദേശങ്ങൾ പൊതുജനത്തിനറിയാൻ അവകാശമുണ്ടെന്ന് കമ്മീഷൻ ഉത്തരവിൽ വ്യക്തമാക്കി. സൂര്യനെല്ലിക്കേസിലടക്കമുള്ള വിവാദമായ നിയമോപദേശങ്ങളുടെ വിശദാംശങ്ങൾ പുറത്തുകൊണ്ടുവരാൻ ഉത്തരവ് സഹായിക്കുമെന്ന് വിവരാവകാശ പ്രവർത്തകനായ അഡ്വക്കേറ്റ് DB ബിനു. അഡ്വക്കേറ്റ് ജനറൽ എന്നൊരു സാധാരണ അഭിഭാഷകനോ ആഭ്യന്തര വകുപ്പ് എന്നുള്ളത് സാധാരണ കക്ഷിയോ അല്ല. രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങൾ നടത്തുന്ന കമ്മ്യൂണിക്കേഷനാണ്. അതുകൊണ്ട് തന്നെ ഇത് പബ്ലിക് ഡൊമൈനിൽ വരുന്നു എന്നുള്ളതാണ് കമ്മീഷൻ്റെ ഈ തീരുമാനം. പ്രത്യേകിച്ച് ഈ PJ കുര്യൻ്റെ കേസിൽ DGP നൽകിയ നിയമോപദേശത്തിൻ്റെ പകർപ്പും ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. പ്രമാദമായ പല കേസുകളിലെയും വിവാദമായ നിയമോപദേശങ്ങൾ വെളിപ്പെടുത്തേണ്ടി വരുന്നതിനാൽ ഈ ഉത്തരവിനെതിരെ സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കാനാണ് സാധ്യത. ഇന്ത്യ വിഷൻ, കൊച്ചി.